രാത്രി ഞാൻ ഒരു അലാം വെച്ച് 10 മിനിറ്റ് കഴിഞ്ഞിട്ട് പഠിക്കാമെന്നുള്ള രീതി എഴുന്നേറ്റതാണ്. നോക്കിയപ്പം കാശിരൂപം കിടക്കുന്നു. അപ്പം അത് മാതാവ് തന്നെ തന്നതാണെന്നാണ് എനിക്ക് 100% ഉറപ്പാണ്. കാരണം അല്ലാതെ ഇവിടെ വരാനായിട്ടുള്ള ഒരു ചാൻസും ഇല്ല. കാരണം എൻ്റെ കൂടെ PG നിന്ന് എല്ലാവരും വേറെ മതത്തിൽപ്പെട്ടവരാണ്. ഞാൻ ചോദിച്ചു അവരുടെ ആരിലും ആണോ ചോദിച്ചു, അല്ല എന്നാണ് പറഞ്ഞത്. ഞങ്ങൾ തിരുവല്ലയിൽ നിന്ന് വരുന്നു. എൻ്റെ പേര് സജിനി. ഇത് എൻ്റെ മോൻ ആരോൺ. എൻ്റെ മോനാണ് ആദ്യമായി ഉടമ്പടി എടുക്കുവാൻ ഇവിടെ ഇടവായത്. ഞങ്ങളൊരു ഓർത്തഡോക്സ് വിശ്വാസിയാണ്. കൃപാസനത്തെപ്പറ്റി അറിയുവാനിടയായത് എനിക്കങ്ങനെ കൂടുതൽ അറിയത്തില്ലായിരുന്നു. മാതാവിനെ വിശ്വാസമുണ്ട്, എങ്കിൽ തന്നെ എനിക്ക് ഈ ആഴമായിട്ടുള്ള വിശ്വാസം കുറവായിരുന്നു. പക്ഷേ ഈ സമയത്തൊക്കെയും പിന്നെ ഞാൻ യൂട്യൂബ് കാണുമെങ്കിലും അത്ര അധികം ശ്രദ്ധിച്ചിരുന്നില്ല. യൂട്യൂബിൽ കൂടെയുള്ള അച്ഛൻ്റെ ടോക്കുകളും ഒന്നും. ഈ സമയം എൻ്റെ വീട്ടിൽ സഹായിക്കാൻ വന്ന ഒരു ചേച്ചി മുഖാന്തരമാണ് ഞാൻ കൃപാസനത്തെപ്പറ്റി കൂടുതൽ അറിയുവാൻ ഇടയായത്. ആ ചേച്ചി വാതോരാതെ ഈ കൃപാസനത്തിലെ അമ്മയെ പറ്റിയും കാശുരൂപത്തിൻ്റെ ഗുണങ്ങളും കുട്ടികൾക്ക് പഠിക്കുവാൻ ഈ കാശുരൂപം പരീക്ഷയ്ക്ക് കൊടുത്തു കഴിയുവാൻ കൈ പിടിക്കുവാൻ നല്ലതാണ്, ഇതൊക്കെ എപ്പോഴും പറയുമായിരുന്നു. പക്ഷേ ആ സമയം എൻ്റെ മോൻ ആരോൺ രാജഗിരി എഞ്ചിനീയറിംഗ് കോളേജിൽ BTech തേർഡ് ഇയർ സ്റ്റുഡൻ്റാണ്. ഈ സമയത്ത് അവന് 6th സെമ്മിൻ്റെ എക്സാം നടക്കുന്ന സമയമായിരുന്നു. ആ സമയമൊക്കെയും എൻ്റെ മനസ്സിൽ കൂടെ ഇങ്ങനെ ഈ അമ്മയുടെ കാശുരൂപം എവിടുന്ന് ലഭിക്കുമെന്നുള്ള ചിന്തയായി എൻ്റെ മനസ്സിൽ കൂടി വന്നത്. അത് ഇവിടെ വന്നാൽ കിട്ടുമോ, ആ ചേച്ചിയോട് ചോദിച്ചാൽ കിട്ടുമോ, ഒക്കെ പല ചിന്തകളും എൻ്റെ മനസ്സിൽ കൂടെ വന്നു. ആ സമയം എൻ്റെ അഭിമാനം ഇത് ചോദിക്കുവാൻ എന്നെ അനുവദിച്ചില്ല. അങ്ങനെ ഇരിക്കെ ആ സമയത്ത് ഇവൻ PGയിലാണ് പുറത്ത് താമസിച്ചുകൊണ്ടിരുന്നത്, കോളേജിൻ്റെ PGയിൽ പുറത്ത്. ആ സമയത്ത് എക്സാമിൻ്റെ സമയം ഇവന് ഒരു ദിവസം രാവിലെ എനിക്ക് വാട്സപ്പിൽ ഒരു മെസ്സേജ് എനിക്ക് ലഭിക്കുകയുണ്ടായി. അതിലിങ്ങനെയാണ് ഒരു കാശുരൂപത്തിൻ്റെ ഒരു കാശുരൂപം ഇട്ടിട്ട്, അമ്മ ഇത് കൃപാസനം മാതാവിൻ്റെ കാശുരൂപമല്ലേ എന്നൊരു മെസ്സേജ്. ഇതെനിക്ക് രാത്രിയിൽ ഞാൻ ഉറങ്ങി 10 മിനിറ്റ് കഴിഞ്ഞ് പഠിക്കുവാൻ എഴുന്നേൽക്കാമെന്ന് വെച്ച് കഴിഞ്ഞപ്പോൾ കണ്ണു തുറന്നപ്പോൾ എൻ്റെ ബെഡിൻ്റെ അരികിൽ ഇരുന്നതാണെന്ന് ഇവൻ എന്നോട് മെസ്സേജ് ചെയ്തു വെച്ചു. ഉടനെ ഞാൻ ഇവനെ വിളിച്ചു, ഇത് എവിടെ നിന്ന് കിട്ടിയെന്ന് ചോദിച്ചു. അപ്പോൾ എൻ്റെ മനസ്സിൽ പെട്ടെന്ന് വന്നു, ഇത് എവിടെ നിന്ന് കിട്ടി, ആരെങ്കിലും പിള്ളേരുടെയൊക്കെ ആണോ? അന്നേരം പറഞ്ഞു, അമ്മ ഇവിടെ അങ്ങനെയുള്ള പിള്ളേരൊന്നുമില്ല, ഇതെനിക്ക് മാതാവ് തന്നതായിരിക്കും, എന്തായാലും ഞാൻ ഇത് വെച്ചു, ഇത് വെച്ചാണ് പഠിച്ചത്. അന്നു മുതൽ ഇവൻ പരീക്ഷയിലൊക്കെയും ഇത് ഈ കാശുരൂപമാണ് ഉപയോഗിക്കാൻ തുടങ്ങിയത്. കൃപാസനം അമ്മയുടെ ഉടമ്പടിയൊക്കെയും സെർച്ച് ചെയ്തു. ഞാൻ മോനോട് ചോദിച്ചു, നമുക്ക് കൃപാസനം വരെ ഒന്ന് പോകാമെന്ന് ഇവനോട് പറഞ്ഞു, അറിഞ്ഞിട്ട് വരാം. അപ്പം ഞാനും മോനും കൂടെ ഞങ്ങളിവിടെ 17/5/2025 ഇവിടെ വന്നു. ഉടമ്പടി ധ്യാനം മേളിൽ വന്ന് ഞാനും ആ സമയം കുഞ്ഞിൻ്റെ കൂടെ ഇരുന്നു. ഉടമ്പടി ധ്യാനം കൂടി ഇവിടുന്ന് വന്ന് എല്ലാം പത്രവും എല്ലാം മേടിച്ചു കൊണ്ടുപോയി. ഞാൻ അവൻ എടുക്കുന്നേക്കാൾ ഉപരി ഞാൻ അവൻ്റെ കൂടെ ഇത് ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു. ആ സമയം ഞാനും രാവിലെ പ്രത്യക്ഷീകരണം ചൊല്ലും, പ്രാർത്ഥിക്കും, 5:30 എഴുന്നേക്കും. എനിക്ക് ഒരു ചിട്ടയായ ഒരു പ്രാർത്ഥനയുടെ ഒരു രീതി ഇതിൽ നിന്ന് എനിക്ക് ലഭിക്കുവാനിടയാക്കി. അന്നു മുതൽ ഞാൻ പിന്നെ ഇത് അച്ഛൻ്റെ ടോക്കിൽ ഡെയിലി ബ്രെഡ് കേൾക്കും, ഉടമ്പടി ധ്യാനം ശ്രദ്ധിക്കാൻ തുടങ്ങി. അന്ന് വരെ ഞാൻ ശ്രദ്ധിക്കാത്ത ഒരു കാര്യമാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഞാൻ ശ്രദ്ധിച്ചിട്ടേ ഇല്ല. അന്ന് മുതൽ ഞാൻ ശ്രദ്ധിക്കാൻ തുടങ്ങി. പത്രം മേടിക്കുന്നത് ഞങ്ങൾ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി വിതരണം ചെയ്യുമായിരുന്നു. അങ്ങനെ പോയി. അത് കഴിഞ്ഞപ്പോഴത്തേക്കിനും അഖണ്ഡ ജപമാലയിൽ ഞാൻ ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് തന്നെ ഈ അഖണ്ഡ ജപമാല റാലിയിൽ ഞാൻ ഇവിടെ വന്ന് പങ്കെടുത്തു. അതെൻ്റെ ജീവിതത്തിൽ വലിയൊരു അനുഗ്രഹമായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഒരു 1/12/2025 ഞാനിവിടെ ആദ്യമായി വന്ന് ഞാനും ഉടമ്പടി എടുത്തു. 5-6 നിയോഗങ്ങളൊക്കെ ഞാൻ വച്ചു. അത് മോനപ്പം കോളേജിൻ്റെ പ്ലേസ്മെൻറ്റ് നടന്നുകൊണ്ടിരുന്ന സമയത്താണ് ഞാൻ ഉടമ്പടി എടുത്തത്. അപ്പോൾ എനിക്ക് എൻ്റെ പ്രാർത്ഥന, ഇവനൊരു ആവറേജ് സ്റ്റുഡൻ്റാണ്. ആ കോളേജിനെ സംബന്ധിച്ചിടത്തോളം എല്ലാം ഹൈടെക്ക് പഠിക്കുന്ന കുട്ടികളാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ഇവനൊരു ആവറേജ് സ്റ്റുഡൻ്റാണ്. അവിടുന്ന് എൻ്റെ ഒരു പ്രാർത്ഥന, ഇവനൊരു പ്ലേസ്മെൻറ്റ് കോളേജ് വഴി ലഭിക്കണം എന്നാണ്. ജോലി അന്വേഷിച്ചെങ്ങും പോകാനിടയാകല്ലേ, ഇറങ്ങിയ പിന്നെ അത് അങ്ങനെ ഒരു കാര്യം വെച്ചു. ഈ 6 നിയോഗങ്ങളിൽ ഒന്ന് ഇവൻ്റെ വിഷയത്തിലായിരുന്നു ഒന്ന്. പിന്നെ രണ്ടാമത് എനിക്ക് ഉറക്കത്തിന് നല്ല പ്രശ്നം ഉണ്ടായിരുന്നു. 10 വർഷമായിട്ട് ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നമാണ് അത്.
എനിക്കൊന്ന് മാറ്റിത്തരണം. അത് കഴിഞ്ഞ് ആ 3 മാസം അങ്ങനെ 90 ദിവസം പോയി. രണ്ടാമത്തെ ഉടമ്പടി പുതുക്കുവാൻ വന്നപ്പോഴും ഞാൻ ആ സമയങ്ങളിലൊക്കെ പ്ലേസ്മെൻ്റ് ഉണ്ടായിരുന്നു. പക്ഷേ ഇവന് കിട്ടുന്നുണ്ടായിരുന്നു കേരളത്തിന് പുറത്ത്. പിന്നെ ബാംഗ്ലൂരിൽ കിട്ടി, ഡൽഹിയിൽ കിട്ടി. ഇവന് എല്ലാ പ്ലേസ്മെൻറ്റ് സെല്ലിലും ഇവന് ഇരിക്കുവാനുള്ള ഭാഗ്യം എൻ്റെ അമ്മ എനിക്ക് ഇവന് കൊടുത്തു. അതാണ് ഏറ്റവും വലിയൊരു അനുഗ്രഹം. അങ്ങനെ രണ്ടാമത് ഞാൻ നിയോഗം ഇവിടെ വന്ന് പുതുക്കുന്ന സമയത്ത് തന്നെ മോനെ പിന്നെ ഒരു പ്ലേസ്മെൻറ്റിൽ ഇരിക്കുകയായിരുന്നു. പ്ലേസ്മെൻറ്റിൽ ഇരുന്നിട്ട് ഇവിടെ വന്ന് അവിടെ നിന്ന് ഇറങ്ങി ധ്യാനം കൂടിയിട്ട് ഇറങ്ങി വന്നപ്പം ഫോണിലോട് ഞാൻ എന്നോട് പറഞ്ഞു, അമ്മ എനിക്ക് 1ാമത്തെ റൗണ്ട് കിട്ടി, 2ാമത്തെ റൗണ്ട് പ്രയാസമായിരുന്നു, കിട്ടുവാൻ ചാൻസ് ഇല്ല. ഞാൻ പറഞ്ഞു പോട്ടെ സാരമില്ല എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ ഞാൻ ഇതിനകത്ത് നിയോഗം എഴുതി വെച്ചു, ഇവന് കേരളത്തിനകത്ത് തന്നെ കിട്ടണം. ഞങ്ങൾ ഒറ്റയ്ക്കേ ഉള്ളൂ വീട്ടിൽ. അപ്പോൾ ഇവനെ പുറത്തോട്ട് വിടുവാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല. അപ്പോൾ കേരളത്തിനകത്ത് കൊച്ചിയിൽ തന്നെ ജോലി കിട്ടണം എൻ്റെ ആഗ്രഹമായിരുന്നു. ഇവന് ക്യാമ്പസ് സെലക്ഷൻ വഴി കിട്ടണം, പഠിച്ചിറങ്ങി നിൽക്കുവാനിടയാക്കരുത്. പിന്നെ 8th സെമ്മിൻ്റെ എക്സാം എല്ലാം പാസ്സാക്കി തരണം, പഠിച്ച ജോലി തന്നെയായിരിക്കണം. ഇവന് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷനാണ് പഠിച്ചത്. അപ്പം അത്രയും നിയോഗങ്ങൾ വെച്ചു കഴിഞ്ഞു. അന്ന് ഞാനിവിടെ ഉടമ്പടി പുതുക്കി പോയി. പക്ഷേ ഈ കാര്യങ്ങളെല്ലാം എൻ്റെ അമ്മ മാതാവ് നടത്തി തന്നു. മോന് പ്ലേസ്മെൻറ്റ് കിട്ടി, പഠിച്ചിറങ്ങി. ജസ്റ്റ് ഇപ്പം ഏപ്രിൽ മാസം ഇവന് പഠിച്ചതേ ഉള്ളൂ. പഠിച്ചിറങ്ങി കഴിഞ്ഞ ഉടനെ ഇവന് ജോലിയായി. ഈ 20-ാം തീയതി ഞാൻ അതുപോലെ തന്നെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലിയ സമയത്ത് എനിക്ക് ഒരു ഡേറ്റ് എൻ്റെ മുമ്പിൽ ഇങ്ങനെ കാണിച്ചു, 21/2/1. ഞാൻ ഈ മോനോട് പറഞ്ഞു, എടാ നിനക്ക് കേരളത്തിനകത്ത് തന്നെ ജോലി കിട്ടും, അമ്മ മാതാവ് നിനക്ക് തരും എന്ന് ഞാൻ ഇവനോട് പറഞ്ഞു. ആ 21 എന്ന ഡേറ്റിൽ ഇവൻ വേറൊരു ഇൻ്റർവ്യൂവിന് കോളേജിൽ 20-ാം തീയതി ഇരിക്കുകയായിരുന്നു. 20-ാം തീയതി ഇരുന്ന സമയത്ത് ഇവൻ എന്നെ വിളിച്ചു, അമ്മേ ഞാൻ ഇതിന് പങ്കെടുത്തോണ്ടിരുന്ന സമയത്ത് തന്നെ കോളേജ് ഗ്രൂപ്പിൽ എൻ്റെ പേര് വന്നിട്ടുണ്ട്. അത് ഞാൻ ഇവിടെ കിട്ടത്തില്ലെന്ന് പറഞ്ഞ ആ കമ്പനിയിൽ തന്നെ ഇവിടെ ഞാൻ ഉടമ്പടി പുതുക്കിയ സമയത്ത് ഇവൻ കിട്ടില്ല എന്ന് പറഞ്ഞ ആ കമ്പനിയിൽ തന്നെയാണ് ഇവന് ജോലി ലഭിച്ചത്. അതുപോലെ തന്നെ ഏപ്രിൽ മാസം ഇവൻ പാസ് ഔട്ടായി. ഈ പാസ് ഔട്ടായി കഴിഞ്ഞ് ഇവന് നിൽക്കുവാൻ ഒരു ദിവസം പോലും വീട്ടിൽ നിൽക്കുവാൻ ഇട വന്നില്ല. 20-ാം തീയതി അറിഞ്ഞു, പിന്നെ ഓഫർ ലെറ്റർ വന്നു. 22-ാം തീയതി ഇവന് കൊച്ചിയിൽ ആൻഫിലോൾ എന്ന് പറയുന്നൊരു കമ്പനിയിൽ ഇവൻ ജോയിൻ ചെയ്തു. അമ്മ മാതാവ് ഇവരുടെ ജീവിതത്തിൽ കൊടുത്ത ഏറ്റവും വലിയ അനുഗ്രഹമാണ്. ആവറേജായ ഇവന് ഇത്രയും വലിയൊരു അനുഗ്രഹം കൊടുത്ത അമ്മയ്ക്ക് കോടാനുകോടി നന്ദി. അതുപോലെ തന്നെ എൻ്റെ ഉറക്കത്തിലുള്ള വളരെ ബുദ്ധിമുട്ടുകൾ ഞാൻ അനുഭവിച്ചിരുന്നു. അതും എൻ്റെ അമ്മ മാതാവ് മാറ്റി തന്നു. അത് തന്നെ എനിക്ക് വായിക്കകത്തൊരു ട്രെയിനസ് ഉണ്ടായിരുന്നു. ഒരു ദിവസം ഞാൻ ഇവിടെ വന്നിരുന്നപ്പോൾ അച്ഛൻ, ജോസഫച്ചനല്ല, മറ്റൊരു അച്ഛൻ, എനിക്ക് പേരറിയില്ല, അച്ഛൻ്റെ ഒരു ടോക്ക് ഞാൻ കേൾക്കുവാനിടയാക്കി. സാക്ഷ്യം കേട്ടു. അച്ഛന് വായിക്കകത്തൊരു ട്രെയിനസ് ഉണ്ട്. അന്നേരം ഞാൻ ഇവിടെ നിന്ന് പ്രാർത്ഥിച്ച, അമ്മേ ഇത് എനിക്കും ഒന്ന് മാറ്റിത്തരണേ. അച്ഛൻ്റെ സാക്ഷ്യം കേട്ടുപോയി. പക്ഷേ അതും എനിക്ക് അത്ഭുതമായിട്ട് മാറ്റി തന്നു. ഉടമ്പടി തൈലം ഉപയോഗിക്കുമായിരുന്നു. അതുപോലെ തന്നെ ഞങ്ങൾ ഉപ്പ് എല്ലാ ഘട്ടങ്ങളിലും ആവശ്യമുള്ള എല്ലാ മോൻ പരീക്ഷയ്ക്ക് പോകുമ്പോൾ എല്ലാ ഉപ്പും കൊണ്ടാണ് പോകുന്നത്. കുട്ടികൾക്കൊക്കെ കൊടുക്കും, അത് വാങ്ങിക്കുവാനൊക്കെ പിള്ളേർ നിൽക്കുമായിരുന്നു. പിന്നെ അതുപോലെ തന്നെ എൻ്റെ കിണറിൻ്റെ വെള്ളത്തിനൊരു അരുചി ഉണ്ടായിരുന്നു. ഈ ഉപ്പ് ഇട്ടതിന് ശേഷം അത് ഇന്നേ വരെ ഒരു ചേറിൻ്റെ ചുവയായിരുന്നു ഈ കിണറ്റിൻ്റെ വെള്ളത്തിന്. ഇവിടുന്ന് വന്ന് ഉടമ്പടി എടുത്തതിൻ്റെ ആദ്യത്തെ ദിവസം തന്നെ കിട്ടിയ അനുഭവം, ഈ ഉപ്പിട്ട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് എൻ്റെ വെള്ളത്തിൻ്റെ രുചി വ്യത്യാസം മാറ്റി നോർമൽ ഒരു വാട്ടറാക്കി മാറ്റി. അതാണ് എനിക്ക് ഏറ്റവും പറയാനുള്ളത്. ഉടമ്പടി തൈലവും ഉപ്പും ഞങ്ങൾ പല ഘട്ടത്തിലും എവിടെ പോയാലും കൈ കൊണ്ടുപോകും. ഏത് ആശുപത്രിയിൽ പോയാലും ഏത് ഓഫീസിൽ പോയാലും ഞങ്ങളുടെ ചെറുതും വലുതുമായിരിക്കുന്ന എല്ലാ ആവശ്യങ്ങളും ഒത്തിരിയേറെ ഞങ്ങളെ സഹായിച്ച ഒരു ഘടകമാണ് അത് ആ ഒരു ഉടമ്പടി വസ്തു. അതുപോലെ തന്നെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് പത്രം വിതരണം ചെയ്യാറുണ്ട്. മെഡിക്കൽ കോളേജിൽ കൊടുക്കും, വീടുകളിൽ കൊടുക്കും. എല്ലാവരോടും നമ്മൾ കൊടുക്കുമ്പോൾ തന്നെ എൻ്റെ അനുഭവ സാക്ഷ്യങ്ങൾ പറഞ്ഞാണ് ഞാൻ കൊടുക്കുന്നത്. ചുമ്മാ കൊടുത്തിട്ട് ഞാൻ പോകത്തില്ല. എൻ്റെ ജീവിത അനുഭവ സാക്ഷി, എനിക്ക് കിട്ടിയ നന്മകൾ, എൻ്റെ ജീവിതത്തിൽ കിട്ടിയ അനുഗ്രഹങ്ങൾ പറഞ്ഞാണ് ഈ പത്രം ഞാൻ വിതരണം ചെയ്യുന്നത്.
അതുപോലെ തന്നെ കാരുണ്യ പ്രവൃത്തി, ഓൾഡ് ഏജ് ഹോം പോകും. ഞങ്ങൾ അർഹരായവരെ കണ്ടെത്തി അവർക്ക് സഹായം ആവശ്യമുള്ളത് അനുസരിച്ച് ഞങ്ങൾ ചെയ്തു കൊടുക്കാറുണ്ട്. ചെറുതും വലുമായിരിക്കുന്ന ഓരോ കാര്യങ്ങളും നമ്മളെക്കൊണ്ട് അത് വലിയ കാര്യങ്ങൾ പറ്റിയില്ലെങ്കിൽ തന്നെ ആരേലും അതിനകത്തെ ഒരു സ്പോൺസറെ കണ്ടെത്തി ഞാൻ അത് ചെയ്യിപ്പിക്കും. അതാണ് എൻ്റെ പിന്നെ കാരുണ്യ പ്രവൃത്തി എന്ന് പറയുന്നത്. എൻ്റെ ജീവിതത്തിൽ ഇത്രത്തോളം അനുഗ്രഹങ്ങൾ തന്ന എൻ്റെ അമ്മ മാതാവിനെ ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല. അമ്മ തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും എല്ലാ കൃപകൾക്കും കോടാനുകോടി നന്ദി പറയുന്നു. അമ്മയുടെ അനുഗ്രഹങ്ങൾക്ക് എത്ര നന്ദി പറഞ്ഞാലും മതി വരികയില്ല. ആത്മീയ ജീവിതത്തിൽ കുർബാനയുടെ പ്രാധാന്യം മനസ്സിലാക്കി പള്ളിയിൽ പോകാനും കുർബാനകൾ കൈക്കൊള്ളാനും എല്ലാ ആഴ്ചയിലും അത് കൃത്യമായി ചെയ്യുവാനും അതിൻ്റെ പ്രാധാന്യം എന്താണെന്ന് മനസ്സിലാക്കി അത് ചെയ്യുവാൻ എനിക്ക് അതിനുള്ളൊരു അവസരം തന്നു. കൃത്യമായി പ്രാർത്ഥന, ബൈബിൾ വായന, പിന്നെ എനിക്ക് ജപമാല ചൊല്ലാനൊന്നും എനിക്ക് അറിയത്തില്ലായിരുന്നു. ഞാൻ വേറൊരു സഭയിലെ വിശ്വാസിയായതുകൊണ്ട് എനിക്ക് അതിനോട് വിശ്വാസം. പക്ഷേ ഇപ്പോൾ അതും ഞാൻ അത് ചൊല്ലുന്നുണ്ട്. അങ്ങനെ ഓരോ കാര്യങ്ങളും ഫോളോ ചെയ്യുന്നു വരുന്നു. അപ്പം നിങ്ങളോടും ദൈവമക്കളായ നിങ്ങളോടും എനിക്ക് പറയാനുള്ളത്, നിങ്ങളും ദൈവത്തിൻ്റെ മുമ്പിൽ വിശ്വസ്തയോടെ നിന്ന് കൊടുത്താൽ അതെല്ലാം നിങ്ങൾക്ക് പ്രാർത്ഥിക്കുന്ന ഏത് വിഷയമായിക്കോട്ടെ അതെല്ലാം അമ്മ മാതാവ് ഈശോപ്പച്ചനും ചെയ്തു തരും എന്ന് ഞാൻ പിച്ച് പറയുന്നു. എൻ്റെ പേര് ആരോൺ എന്നാണ്. ആദ്യം തന്നെ ഇവിടെ നിൽക്കാൻ സാധിച്ചതിൽ അമ്മ മാതാവിനും തിരുക്കുമാരനും ഒരുപാട് നന്ദി പറയുന്നു. അമ്മ പറഞ്ഞതൊക്കെ തന്നെ സത്യമാണ്. ഇപ്പം എന്ത് പരീക്ഷയുടെ സമയമാണെങ്കിലും ഇപ്പം ഇൻസ്റ്റഗ്രാമിൽ കൂടെ ആണെങ്കിലും യൂട്യൂബിൽ കൂടെ ആണെങ്കിലും അച്ഛൻ്റെ ചെറിയൊരു ടോക്കാണെങ്കിൽ പോലും അത് വളരെ ഉപകാരമായിരുന്നു എനിക്ക്. പിന്നെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് എല്ലാ മതത്തിൽപ്പെട്ട ആളുകളുണ്ടായിരുന്നു. അപ്പം ഞാൻ ഇവർക്കും ഇതുപോലെ ഉപ്പും അതുപോലെ എണ്ണയൊക്കെ കൊടുക്കുമായിരുന്നു. അപ്പോൾ ആദ്യമൊക്കെ ഇവർ ചോദിച്ചു എന്തോ ഇത് എന്ന് ചോദിച്ചു. ഇവർ കാര്യമാക്കിയില്ല. പിന്നെ ഇവർ തന്നെ എൻ്റെ അടുത്ത് എക്സാമിന് മുമ്പ് ഇത് തരണമെന്ന് പറഞ്ഞ് വരികയും അവർക്കൊരുപാട് അനുഗ്രഹങ്ങൾ ഉണ്ടാവുകയും ചെയ്തു. പിന്നെ കാശുരൂപത്തിൻ്റെ കാര്യം അതുപോലെ ഞാനൊട്ടും പ്രതീക്ഷയില്ല. ഞാനിതുപോലെ കിടന്നുറങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം നമ്മൾ ഉടമ്പടിയൊന്നും എടുത്തിട്ടില്ല. അപ്പം ഇതുപോലെ അമ്മ വന്നിട്ട് എന്നോട് ഇങ്ങനെ പറയുമായിരുന്നു ഇങ്ങനത്തെ കാര്യങ്ങൾ. രാവിലെ എഴുന്നേറ്റ് നോക്കിയപ്പോഴത്തേക്കിന്, രാവിലെ അല്ല രാത്രി, ഞാൻ ഒരു അലാം വെച്ച് 10 മിനിറ്റ് കഴിഞ്ഞിട്ട് പഠിക്കാമെന്നുള്ള രീതി എഴുന്നേറ്റതാണ്. നോക്കിയപ്പം കാശുരൂപം കിടക്കുന്നു. അപ്പം അത് മാതാവ് തന്നെ തന്നതാണെന്നാണ് എനിക്ക് 100% ഉറപ്പാണ്. കാരണം അല്ലാതെ ഇവിടെ വരാനായിട്ടുള്ള ഒരു ചാൻസും ഇല്ല. കാരണം എൻ്റെ കൂടെ PG നിന്ന് എല്ലാവരും വേറെ മതത്തിൽപ്പെട്ടവരാണ്. ഞാൻ ചോദിച്ചവരുടെ ആരിലും ആണോ എന്ന് ചോദിച്ചു, അല്ല എന്നാണ് പറഞ്ഞത്. അപ്പം എനിക്ക് ഇവിടെ നിൽക്കാനായിട്ട് എനിക്കും അമ്മയ്ക്കും അവസരം തന്നതിൽ, സാക്ഷ്യം പറയാൻ തന്നതിലും മാതാവിന് ഞാൻ ഒത്തിരി നന്ദി പറയുന്നു.